പക്ഷെ തമിഴ്നാട്ടിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാൻ പോകുന്നു. അതായത് വലിയൊരു പ്രതിഷേധം അവിടെ ആളിക്കത്തുകയാണ്. BJP എല്ലായിടത്തും സ്തംഭിപ്പിക്കാനുള്ള, എല്ലാ ഇടങ്ങളും സ്തംഭിപ്പിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. അതായത് BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തത് 58 പേർ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ 58 പേരെ കൊലപ്പെടുത്തിയ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതി മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വീരപരിവേഷം തമിഴ്നാട് നൽകി എന്നുള്ളതാണ് BJPയെ ചൊടിപ്പിച്ചത്. അപ്പൊ BJP ചോദിക്കുന്നത് 4 വോട്ടിന് വേണ്ടി ഇത്തരം തെമ്മാടിത്തരം കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദിച്ചത്. ഇതിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തി BJP. അതിന്റെ ഭാഗമായിട്ടാണ് അണ്ണാമലയെ അറസ്റ്റ് ചെയ്തത്. അണ്ണാമലയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു നിലപാടൊക്കെ നമുക്കറിയാം. ഇത് ഏത് തരത്തിൽ തമിഴ്നാടിനെ ബാധിക്കും? തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസ് നമുക്കറിയാം, അതൊരു ദ്രാവിഡ രാഷ്ട്രീയമാണ്. അപ്പോൾ നമുക്കറിയാം, അവിടെ വളർന്നു വന്ന എല്ലാ സംഘടനകളും ദ്രാവിഡ മുന്നേറ്റ കഴകം DMK, പിന്നീട് അണ്ണാ DMK, അങ്ങനെ പലതരത്തിലുള്ള ദ്രാവിഡ കഴകങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടാണ് ഈ തമിഴ്നാട് രാഷ്ട്രീയം ഇന്നും നിലനിൽക്കുന്ന. അങ്ങനെയാണ്, നേരത്തെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മിക്കവാറും ഹിന്ദു രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ അവിടെ ജാതീയത വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. തോട്ടിപ്പണിക്കാർ ഇപ്പോഴും അവിടെ ഉണ്ട്. അവർക്കെതിരെ വളരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. പല സ്ഥലത്തും ജാതി സ്പർദ്ധകളും അതേപോലെ തന്നെ സംഘടനകളും നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മേൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കടന്നു കയറാനായിട്ട് കഴിയാത്തതാണ് നമ്മൾ ഇതുവരെ കണ്ട ഒരു ചരിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു നേതാവാണ് അണ്ണാമല. അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥൻ, എന്താണ്, IPS ഉദ്യോഗസ്ഥൻ. ആ ഔദ്യോഗിക പദവികളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ തമിഴ്നാടിനെ തന്നെ മൊത്തം BJP ആക്കി മാറ്റിക്കളയാം എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി. ഇടക്കിടക്കൊക്കെ അദ്ദേഹം കത്തിക്കാളി ഇങ്ങനെ ഉയർന്ന് വലിയ ആവേശമൊക്കെ ഉണ്ടാക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ജയിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്താനായിട്ട് കഴിഞ്ഞു. എന്തായാലും BJPക്ക് കുറേ മൈലേജ് കൊടുക്കുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥിരമായിട്ടുള്ള മൈലേജ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി സംഘടനകളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുന്നത്. പക്ഷേ അതിനെതിരെയുള്ള പ്രതിഷേധം അത് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന അത്ര തരത്തിൽ ആളിപ്പടർന്നെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചിട്ടില്ല. എങ്കിലും പല ഇടങ്ങളിലും BJP കൊതറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവരിലേക്ക് ശ്രദ്ധ തിരിക്കാനും അവർക്ക് കുറേ ആളുകളെ സൃഷ്ടിക്കാനും കഴിയുന്നുണ്ട്. അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ ഭരണത്തിലേക്കോ അല്ലെങ്കിൽ അധികാരത്തിലേക്കോ കടന്ന് വരുന്നതിനുള്ള വേദികൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് വീണ്ടും അണ്ണാ DMK തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇടക്കിടക്ക് അവരുമായിട്ട് നല്ല സൗഹൃദമാവും, ഇടക്കിടക്ക് അവരുമായിട്ട് ശത്രുതയാവും, അടിച്ചു പിരിയും. ഇതൊക്കെ ആ രാഷ്ട്രീയത്തിൻ്റെ, തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സിനിമ സ്റ്റൈൽ പ്രോസസ്സായിട്ട് നമ്മൾ കണ്ടാൽ മതി. പക്ഷെ എന്തായാലും അണ്ണാമല ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് പലയിടങ്ങളിലും BJPക്ക് വേരുറപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചെറിയ ചെറിയ തോതിൽ ആണ് എങ്കിൽ പോലും അത് തുടർന്നേക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പം, അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത അദ്ദേഹത്തിന് അതൊക്കെ സഹായകരമായിത്തീരും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ തരത്തിൽ വലിയ പ്രതീക്ഷകൾ ഉയർത്തി ആ പ്രതീക്ഷയുടെ ഉന്നതതലങ്ങളിൽ നിന്ന് പൊട്ടി താഴെ വീണ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ കുറേ കാലത്തേക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. ഇതായിപ്പോൾ വീണ്ടും വാർത്തകൾ വരുന്നു എന്ന് മാത്രമാണ്. അങ്ങനത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു അമേച്ചർ പൊളിറ്റിക്സാണ്. ആ അമേച്ചർ പൊളിറ്റിക്സിന് ഒരിക്കൽ പോലും രാഷ്ട്രീയ മേഖലയിൽ കാലുറപ്പിച്ച് തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയല്ലേ മാഷ്? ഒരു അമേച്ചർ പൊളിറ്റിക്സ് അല്ലേ? ഇപ്പോൾ അണ്ണാ DMK ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന അണ്ണാമലൈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, അതാണ് അണ്ണാമലയുടെ വലിയ തോൽവിക്ക് കാരണമെന്നൊക്കെ പല മാഷിനെ പോലെ പല നിരീക്ഷകരും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ തിരിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറെ കൂടി പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം അണ്ണാമലയ്ക്ക് ഒരു ബോധം ഉദിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് RSSന്റെ ഒരു ഇടപെടലാണ് ഇത്തരം ഒരു ബോധമുദിക്കുന്നതിന് കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അണ്ണാ DMKയുമായി ഇനി സഖ്യത്തിൽ പോയാൽ മാത്രമേ തമിഴ്നാട്ടിൽ കാവി കുറച്ചുകൂടി വിശാലമായി പടർന്നു പിടിക്കുകയുള്ളൂ എന്നുള്ളത്. മാത്രമല്ല ഇവിടെ തമിഴ് നടൻ വിജയ്
തമിഴ്നാട്ടിലെയും കേരളത്തിന്റെയും ഇളയ ദളപതി എന്ന് വിശേഷിപ്പിക്കുന്ന വിജയുടെ പുതിയ പാർട്ടി തമിഴ് വെട്രിക്കഴകം, അത് അണ്ണാ ഡി എം കെയുമായി, കാരണം BJP മുഖ്യ ശത്രുവാണെന്നും DMK-യുമായി ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞിട്ടാണ് വിജയ് രംഗത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ വിജയ് അണ്ണാ DMK മാത്രം വിമർശിച്ചിട്ടില്ല. തീർച്ചയായിട്ടും വിജയിയുടെ നോട്ടവും അല്ലെങ്കിൽ സഖ്യം കൂടലും അങ്ങോട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വിജയുടെ പാർട്ടിയും ഈ BJP-യുടെ ഈ ഒരു അണ്ണാ DMK-യിലേക്കുള്ള ഒരു സഖ്യവും ഒക്കെ എന്തെങ്കിലും ഒരു ചെറിയ ഉണർവെങ്കിലും ഉണ്ടാക്കാൻ അവിടെ അണ്ണാമലയ്ക്ക് സാധിക്കുമോ? അല്ല, ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് പൊരുത്തക്കേടുകളുണ്ട്. അതിൻ്റെ അകത്ത് എപ്പോഴും അത് സംഘർഷഭരിതമാണ്. കാരണം വിജയിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് അണ്ണാ DMK ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ BJP ആയിട്ട് ഒരു പൊരുത്തപ്പെടാൻ സാധ്യതയില്ല ഇല്ല. അപ്പോൾ BJP-യുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ അത് ഒരുമിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിലൊക്കെ സഖ്യങ്ങളൊക്കെ പല രീതിയിലും ഉണ്ടാക്കും. കാരണം നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു സഖ്യം മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് DMK-ക്ക് പ്രതിവിധി എന്ന് പറയുന്ന അണ്ണാ DMK ആയിട്ട് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്രാവിഡ രാഷ്ട്രീയമാണ് അതിൻ്റെ അടിത്തറ എന്നുള്ളതാണ്. രണ്ടിലും അതുണ്ട് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ അണ്ണാ DMK ഉയർന്നു വരുന്നില്ലെന്ന് വെച്ചാൽ അവർക്ക് ശക്തനായിട്ടുള്ള നേതാവില്ലാതെ. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ശക്തനായിട്ടുള്ള ഒരു നേതാവുണ്ട്. സ്റ്റാലിൻ അതിശക്തനായിട്ടുള്ള നേതാവായിട്ട് DMK നയിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കരുണാനിധി കഴിഞ്ഞതിന് ശേഷം ആ പാർട്ടിയുടെ കരുത്തെന്ന് പറയുന്നത് ചോർന്നു പോകാതിരിക്കുന്നത് സ്റ്റാലിൻ എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നേതാവ് നിലനിൽക്കുന്നതിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും ദ്രാവിഡ രാഷ്ട്രീയമാണ് എന്നത് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ മറ്റൊരു ദ്രാവിഡ രാഷ്ട്രീയം, കാരണം ഭരണം നടക്കുന്ന സമയത്ത് എപ്പോഴും ഭരണം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നില്ല. അതിന് വളരെ ദൃഢാത്മകമായിട്ടുള്ള സ്വഭാവങ്ങളും ഉണ്ടാകാം. ഭരണവിരുദ്ധ വികാരം അങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഭരണമാണെന്ന് വെച്ചാൽ ഭരണത്തിൽ കയറിയ ആളുകളെ പുറത്താക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നതിനിടയിൽ ഭരണവിരുദ്ധ വികാരമല്ല, ഭരണാനുകൂല വികാരമായിരിക്കും എന്ത് ചെയ്യുന്നത് ശക്തിപ്പെട്ടു വരിക. ഇവിടെ നമുക്കറിയാം സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അധികാരപ്രമത്തതയും ധിക്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ അഴിമതി അതൊക്കെ വന്നു കഴിയുമ്പോൾ ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ചിന്ത പതുക്കെ പതുക്കെ ഉണരാനായിട്ട് തുടങ്ങും. അത് ഉണർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അതിന് മുഴുവനും എൻകാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിനെതിരെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വികാരങ്ങളെ മുഴുവനും ചേർത്ത് പിടിച്ച് വലിയ പ്രതിഷേധമായിട്ട് വളർന്ന് വികസിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോഴും തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മുഖ്യധാര എന്ന് പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയം തന്നെയായിരിക്കും. BJP അതുകൊണ്ടാണ് BJP RSS ഒക്കെ അണ്ണാമലയോട് പറഞ്ഞു, നീ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയായ രീതിയിൽ മനസ്സിലാക്കി ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നതിൻ്റെ അടിത്തറ അതാണ്. ദ്രാവിഡ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ BJP ആയാലും മറ്റാരായി കഴിഞ്ഞാലും കഴിയുള്ളൂ. വിജയം പോകുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് തോന്നുന്നത് ഈ അണ്ണാമലയുടെ തന്നെ ലീഡർഷിപ്പിൻ്റെ ദൗർബല്യമുണ്ട്, ശക്തിയുണ്ട്. ആ ദൗർബല്യം കൊണ്ട് വീണ്ടും ഈ അണ്ണാ DMK ആയിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ വേണമെങ്കിൽ വിജയ് കയറി അണ്ണാ DMK ആയിട്ട് സഖ്യം ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോൾ BJPക്ക് അപ്പുറത്തൊരിടത്തിലേക്ക് വീണ്ടും പോകേണ്ടതായിട്ട് വരും. അതായിരിക്കും ഈ അടുത്ത ഒരു പരിണാമം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയ് ഒരിക്കലും തൽക്കാലത്തേക്ക് BJPയുമായിട്ട് ബന്ധത്തിലാവാനായിട്ട് സാധ്യതയില്ല. കാരണം ഇപ്പം തന്നെ നേരിട്ട് BJPയുമായി ബന്ധത്തിലായാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയവും ദ്രാവിഡ വോട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ വരാനുള്ള സാധ്യത കുറയും. അത് തന്നെയാണ് പ്രശ്നം. വിജയ് അല്ലാണ്ട് BJPക്ക് വേറെ പ്രശ്നമില്ല. വിജയ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആ പാർട്ടിയിലേക്ക് ആളെത്തണമെങ്കിൽ ദ്രാവിഡർ തന്നെ എത്തിച്ചേരണം. ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് അതിൻ്റെ ശക്തി. അപ്പോൾ അവിടെ BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അണ്ണാ DMK ആയിട്ട് സഖ്യം നിലനിർത്തുകയും വിജയെ പുറത്തു നിർത്തുകയും ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും സാധ്യത അടുത്ത തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പിന്നീടുള്ള രാഷ്ട്രീയത്തിലോ ഉണ്ടാവുകയുള്ളൂ.